നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഇല്ലാത്ത വാഹനാപകടങ്ങളുടെ രേഖയുണ്ടാക്കി കോടികളുടെ ഇൻഷുറൻസ് തുക അനധികൃതമായി കീശയിലാക്കുന്ന വൻ മാഫിയ. നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് ന്യൂസ് 18. ഒത്താശ ചെയ്യുന്നത് പോലീസ്. മാഫിയയിൽ സർക്കാർ ഡോക്ടർമാരും. തട്ടിപ്പുകളുടെ സൂത്രധാരൻ തിരുവനന്തപുരത്ത് അഭിഭാഷകൻ. മന്ത്രിമാരെ പിൻവലിക്കുമെന്ന CPI ഭീഷണിക്ക് മുന്നിൽ CPM വഴങ്ങുന്നു. PM ശ്രീയിൽ മെല്ലെ പോക്കിന് തീരുമാനം. കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തിടുക്കം കാണിക്കില്ല. 3:30 മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിൽ ആലപ്പുഴയിൽ ചർച്ച. വിശദമായി ചർച്ച ചെയ്ത് CPM സെക്രട്ടേറിയറ്റ്. CPI എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം 4:15. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരത്തിനുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചേക്കും. ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം സംസ്ഥാനങ്ങളിലും SIR നീട്ടണമെന്ന നിലപാട് തുടർന്ന് കേരളം. കരൂർ ദുരന്തത്തിലെ ഇരകളുടെ ബന്ധുക്കളെ നേരിട്ട് കണ്ട് വിജയ്. മഹാബലിപുരത്തെ റിസോർട്ടിൽ കൂടിക്കാഴ്ച തുടരുന്നു. പരിപാടി തുടങ്ങിയത് മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്. മോൻഥ ചുഴലിക്കാറ്റ് നാളെ ആന്ധ്രാ തീരം തൊടും. കനത്ത മഴയും കാറ്റും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിൽ പുതുച്ചേരി, തമിഴ്നാട്, ആന്ധ്രാ തീരം, ഒഡീഷ തീരങ്ങളിൽ ആശങ്ക. ആന്ധ്രയിലെ 23 ജില്ലകളിൽ അതിതീവ്ര മഴ ജാഗ്രത. കേരളത്തിലും കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ത്യൻ ഉപനായകൻ ശ്രേയസ് അയ്യരുടെ പരിക്ക് ഗുരുതരമെന്ന് BCCI. അരിയല്ലിലെ ഒടിവിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം. ശ്രേയസ് ICUവിൽ. പരിക്കേറ്റത് ഇന്ത്യ ജയിച്ച സിഡ്നി ഏകദിനത്തിൽ ക്യാച്ച് എടുക്കുന്നതിനിടെ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച തിരുവനന്തപുരം. 1600-ലേറെ പോയിന്റുമായി ജൈത്രയാത്ര. 2ാം സ്ഥാനത്തുള്ള തൃശൂരിന് പാതി പോയിന്റ് പോലും നേടാനായില്ല. അത്ലറ്റിക്സിൽ പാലക്കാടും മലപ്പുറവും ഒപ്പത്തിനൊപ്പം. PM ശ്രീ പദ്ധതിയിൽ മെല്ലെപ്പോക്കിന് CPMൽ ധാരണ. പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ പട്ടിക ഉടൻ കൈമാറില്ല. തിടുക്കത്തിൽ നടപടികളിലേക്ക് കടക്കേണ്ടതാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വൈകിട്ട് 3:30 ആലപ്പുഴയിൽ ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടക്കും. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം CPI സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും വീണ്ടും ചേർന്നേക്കും. പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കാൻ ഇടതുമുന്നണി ഒരു സബ് കമ്മിറ്റിയെയും തീരുമാനിച്ചേക്കും. കടുത്ത നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും CPI ഉള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയാൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പാണ് CPI നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഉറപ്പാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതിനിടെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചെന്ന വാർത്ത ബിനോയ് വിശ്വം നിഷേധിച്ചു. ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളും. ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളും. അല്ല, ഈ CM വിളിച്ച് CPM സെക്രട്ടേറിയറ്റ് ഉണ്ട്. അപ്പം സമയ പ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. CM വിളിച്ചു ഇല്ല, CM വിളിച്ച ചർച്ച ചെയ്യും. LDFന്റെ ഭാഗമാണ് CPM. അതുകൊണ്ട് CM വിളിച്ചാൽ ചർച്ച ചെയ്യും. ചർച്ചയുടെ എല്ലാ വാതിലും LDFൽ എപ്പോഴും ഉണ്ടാകും. അത് തുടർന്ന് കിടക്കും. LDF ആണ്. ആശയ അടിത്തറയുണ്ട്, രാഷ്ട്രീയ അടിത്തറയുണ്ട്. അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട്, ചർച്ചകളുണ്ടാകും. വിവരങ്ങളുമായി VV അരുണും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, PM ശ്രീ പദ്ധതിയിൽ ഒരു കുരുക്കിലാണ് LDF ചെന്ന് പെട്ടിരിക്കുന്നത്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട സംശയം. അതിൽ ഈ പദ്ധതിയുടെ കാര്യത്തിൽ ഒരു തിടുക്കം കാണിക്കാതെ അവരെ കൂടി CPIയെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊരു ഉറപ്പ് നൽകിയാൽ ഈ പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെടും എന്നാണോ CPM കരുതുന്നത്?
ശ്രീജ, അസാധാരണ ഒരു പ്രതിസന്ധിയിലാണ് CPM-ഉം CPI-യും, പ്രത്യേകിച്ച് CPM എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. CPI-ക്കും മറ്റു വഴികളില്ല. കടുത്ത നിലപാട് തന്നെ വേണ്ടിവരുമെന്ന പ്രഖ്യാപനവുമായാണ് അവർ ഇന്ന് ആലപ്പുഴയിലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ CPM ഒരു സമവായ വഴി തുറന്നിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിച്ച CPM ഈ വിഷയം ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് PMC പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിട്ടതെന്ന കാര്യം വ്യക്തമായി പറയാൻ കഴിയുന്ന നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം പങ്കെടുത്ത യോഗത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു കരാറിലേക്ക് പോയത്? സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ കൂടുതൽ സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നിയമപരമായി ഭരണഘടനാപരമായി ലഭിക്കുന്ന സഹായം പോലും വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകാൻ തമിഴ്നാടിനെ പോലെ സംസ്ഥാനത്തിന് കഴിയില്ല. അതല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അപ്പോഴും ഈ CPI-യെ ഇരുട്ടു നിർത്തിക്കൊണ്ട് CPM-നെ പോലും മറ്റു നേതാക്കളെ പോലും കാര്യങ്ങൾ അറിയിക്കാതെ എടുത്ത തീരുമാനം ശരിയായില്ലെന്ന വിലയിരുത്തലുകൾ യോഗത്തിൽ ഉയർന്നു വന്നു. അപ്പോഴാണ് CPI-യെ അനുനയിപ്പിക്കാനുള്ള വഴികൾ യോഗം ചർച്ച ചെയ്ത് പ്രധാനപ്പെട്ടത് ഈ പദ്ധതിയിൽ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കും സർക്കാർ. തിടുക്കപ്പെട്ട തുറന്ന നടപടികൾ സ്വീകരിക്കില്ല. PMC-യിൽ കരാർ ഒപ്പുവെച്ചു എന്നത് വസ്തുതയാണ്. അതിനപ്പുറത്തേക്ക് മറ്റു നടപടിക്രമങ്ങളിൽ ഒരു തിടുക്കം സർക്കാർ കാണിക്കില്ല. പ്രത്യേകിച്ചും ഈ സ്കൂളുകൾ, ഓരോ ബ്ലോക്കിൽ 2 സ്കൂളുകളാണ് സംസ്ഥാനത്ത് പദ്ധതിയിൽ PMC പദ്ധതിയിൽ ഉൾപ്പെടേണ്ടത്. ആ സ്കൂളുകളുടെ പട്ടിക സംസ്ഥാന സർക്കാർ കൈമാറേണ്ടതാണ്. ആ നടപടിക്രമങ്ങൾ സർക്കാർ വേഗത്തിലാക്കില്ല, അല്ലെങ്കിൽ അതിന്റെ വേഗം കുറയ്ക്കും. അത് അവിടെ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കും. കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ അത്തരമൊരു സമീപനം ഉണ്ടായേക്കാം. അതിന് കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കും. എന്താണ് CPI-യുടെ തീരുമാനം എന്ന കാര്യത്തിൽ ഇതുൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും വേഗക്കുറവിലേക്ക്, വെള്ളപ്പോക്കിലേക്ക് കൊണ്ടുവരാൻ CPM തീരുമാനിക്കും. അക്കാര്യം CPI-യെ ബോധ്യപ്പെടുത്തും. ഏത് സാഹചര്യത്തിലാണ് അവരെ അറിയിക്കാതെ ഒരു മുന്നണി മര്യാദ ലംഘനമൊക്കെ അവർ ആരോപിക്കുന്നതിലെ കാര്യങ്ങൾ പോകാനിടയായ രാഷ്ട്രീയ സാഹചര്യം, കേന്ദ്ര സർക്കാർ സമ്മർദ്ദമൊക്കെ അവരോട് വിശദീകരിക്കും. അതിനും അപ്പുറത്തേക്ക് ഈ പദ്ധതി ഇനി നടപ്പാക്കേണ്ടി വന്നാൽ തന്നെ കൃത്യമായ നിരീക്ഷണം ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് അതൊരു മാതൃക LDF-ന് മുന്നിലുള്ളത് 2006-ലെ VS സർക്കാരിന്റെ കാലത്ത് അന്ന് CPI-യുടെ വകുപ്പ് കൂടിയ റവന്യൂ വകുപ്പ് ചെയ്യേണ്ടതായിരുന്നു ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി. മൂന്നാറിൽ പക്ഷേ അതിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ്. അത് കയ്യേറ്റം മുന്നോട്ട് പോയപ്പോൾ CPI-യുടെ ഓഫീസ് തന്നെ കയ്യേറ്റമെന്ന് കണ്ടെത്തി അവിടെ ഒഴിപ്പിക്കാൻ ശ്രമങ്ങൾ VS-ന്റെ കരിമ്പൂച്ചകൾ നടത്തി. വലിയ അമർഷം, പ്രതിഷേധം CPI-ക്ക് ഉണ്ടായി. അത് അവർ മുന്നണി യോഗത്തിൽ ഉന്നയിച്ചു. അപ്പോൾ ഒരു സബ് കമ്മിറ്റിയെ ഇക്കാര്യങ്ങൾ പഠിക്കാൻ അന്ന് ഇടതുമുന്നണി യോഗം ചുമതലപ്പെടുത്തി. സമാന മാതൃക ഒരുപക്ഷെ ഈ വിഷയത്തിലും ഉണ്ടാകും. വൈകാതെ ഇടതുമുന്നണി യോഗം ചേരും. ആ യോഗം ചേരുമ്പോൾ ഇത്തരത്തിലൊരു സബ് കമ്മിറ്റി കൂടി പദ്ധതിയുടെ മുന്നോട്ട് പോക്ക്, നടത്തിപ്പ് വേണ്ടി വന്ന ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഒരു നിരീക്ഷണത്തിന് ഇടതുമുന്നണി സബ് കമ്മിറ്റിയോ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ ഒരു സബ് കമ്മിറ്റിയോ ഒക്കെ ചുമതലപ്പെടുത്തിയേക്കും. ആ രീതിയിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞ് CPI ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് CPM പ്രതീക്ഷിക്കുന്നത്. അത്തരം കാര്യങ്ങൾ CPI-യെ ബോധ്യപ്പെടുത്തും. ഇന്ന് വൈകിട്ട് ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം വീണ്ടും CPI-യുടെ നേതൃയോഗങ്ങൾ എക്സിക്യൂട്ടീവും സെക്രട്ടറിയും ചേർന്ന് ആ കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷമാവും CPI-യുടെ തീരുമാനം, നടപടികളിലേക്കൊക്കെ അവർ കടക്കുക. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ആലപ്പുഴയിലേക്ക്. ആലപ്പുഴയിൽ നിർണായകമായ CPI എക്സിക്യൂട്ടീവാണ് ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഇന്ന് ഇടതു പാർട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ പുന്നപ്രയിലെ മണ്ണിലേക്ക് ഇങ്ങനൊരു തർക്കവും കൊണ്ടാണ് പ്രധാനപ്പെട്ട 2 ഇടതു പാർട്ടികൾ വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇപ്പോഴുള്ള ഈ സമവായത്തിനുള്ള ഒരു നീക്കം അതെങ്ങനെയാണ് CPI നേതാക്കൾ കാണുന്നത്? അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴത്തേക്കാണ് ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുക? ശ്രീജ, സംസ്ഥാന എക്സിക്യൂട്ടീവ് CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം പിന്നിടുന്നു. രാവിലെ 10:30 യോഗം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വളരെ വൈകിയാണ് യോഗം തുടങ്ങിയത്. കാരണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നതിന് ശേഷം, അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് CPI നേതാക്കളായ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. PV സ്മാരക മന്ദിരത്തിലാണ് ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാവിലെ കണ്ട ഒരു കടുത്ത നിലപാടുകളിൽ നിന്ന് കുറച്ചുകൂടി അയഞ്ഞൊരു നിലപാടിലേക്ക് മാറുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകണം എന്നുള്ള നിലപാടിൽ CPI ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെയുള്ള ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണി യോഗം ചേരും. ഒപ്പം തന്നെ ഇടതുമുന്നണിയുടെ യോഗത്തിന് മുൻപ് തന്നെ ഒരു സബ് കമ്മിറ്റിയെ വേണമെങ്കിൽ ഇതുമായി
ബന്ധപ്പെട്ട്, അതായത് ഈ PMC പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള സബ് കമ്മിറ്റി രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. മെല്ലെപ്പൊക്കെ, അതായത് ഈ പദ്ധതി, ഈ കരാറിൽ ഇപ്പോൾ നിലവിൽ വേഗതയിൽ മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനമൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നത് CPI പോലെയുള്ള മുന്നണിയിലെ ഒരു പ്രധാന കക്ഷിക്ക്, ഘടകകക്ഷി, അവർ ആദ്യം തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ്. മന്ത്രിസഭാ യോഗത്തിലും അത് LDFിലും ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അത്തരമൊരു കരാറിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ട് അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മറ്റൊരു രീതിയിൽ അപമാനം കൂടി അവർക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതികരണങ്ങളിലേക്ക് CPI പോവുകയും ചെയ്തിരുന്നു. കടുത്ത നിലപാടുകളിലേക്ക് പോകണമെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇന്ന് രാവിലെ വരെയും ഉണ്ടായിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അടിയന്തര CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് കൂടുകയും അവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെയൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 3:30 മണിക്ക്, അതായത് ആലപ്പുഴയിലേക്ക് മുഖ്യമന്ത്രി പുറപ്പെട്ടിട്ടുണ്ട്. റോഡ് മാർഗമാണ് അദ്ദേഹം എത്തുന്നത്. 3:30 മണിക്ക് ഗസ്റ്റ് ഹൌസിൽ വെച്ച് ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച ഉണ്ട് എന്നുള്ള വിവരങ്ങളും അനൌദ്യോഗികമായ വിവരങ്ങളും ഒക്കെ ലഭ്യമാകുന്നുണ്ട്. അതിനുശേഷം വീണ്ടും എക്സിക്യൂട്ടീവും കൗൺസിലും ഇവിടെ ചേരും എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. പുന്നപ്ര വയലാറിന്റെ വാരാചരണ സമാപന ദിവസമാണ്. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ ദിവസമാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ചർച്ചകളും പ്രശ്നങ്ങളിലേക്കും ഒക്കെ നീങ്ങി നിൽക്കുന്നത്. 2 പൊതുപരിപാടികളടക്കം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. ആ പരിപാടികളെല്ലാം തന്നെ, തീരുമാനിച്ച പരിപാടികളെല്ലാം തന്നെ വൈകി എന്നുള്ളതാണ്. അത്തരത്തിലൊരു തീരുമാനം, അതായത് ഒരു രഹസ്യ സ്വഭാവത്തിലൊരു തീരുമാനം കൈക്കൊണ്ടു എന്നുള്ള ഒരു ആക്ഷേപം എല്ലാവരിലും ഉണ്ടായിരുന്നു. അത് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, CPMനുള്ളിൽ തന്നെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് പറ്റിയ പ്രശ്നത്തെ ഇനി എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജ. ശരി, VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇന്നത്തെ സെക്രട്ടേറിയറ്റിലെ പൊതുവികാരം എന്തായിരുന്നു? പൊതുവെ ഈ വിഷയത്തിൽ വിരുദ്ധ അഭിപ്രായം CPMനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു അനാവശ്യ ധൃതി ഉണ്ടായി എന്നൊരു തരത്തിലൊരു പ്രതീതിയൊക്കെ CPM നേതാക്കൾക്കുള്ളിലും ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ MA ബേബി അടക്കം പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് ആയിരുന്നല്ലോ. ഒരു ഏകാഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതല്ലാതെ സംസ്ഥാനത്തിന് വേറെ വഴിയില്ല, അങ്ങനെയായിരുന്നോ? 2 മണിക്കൂർ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് സർക്കാരിന് പോകേണ്ടി വന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി അവിടെ വിശദീകരിച്ചു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലതവണ CPIയുമായി നടത്തിയിരുന്നു. പക്ഷേ അവർ അനുകൂല നിലപാടല്ല സ്വീകരിച്ചത്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തുടർച്ചയായി സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മറ്റു വഴികൾ സംസ്ഥാന സർക്കാരിന് മുന്നിലില്ല. വലിയ ചെലവുകൾ വരുന്ന വർഷമാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണം കൂടി വാങ്ങിയെടുത്തില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി വച്ചത്. പക്ഷേ അപ്പോഴും ഈ ചില നേതാക്കളെങ്കിലും അത് കുറച്ചുകൂടി ഇതിലാകാമായിരുന്ന ചോദ്യം ഉന്നയിച്ചു എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അതിലൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. നേതാക്കളുമായി കാര്യമായി ഈ വിഷയത്തിൽ നമുക്ക് ആ രീതിയിൽ വിവരശേഖരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അത്തരം അഭിപ്രായമുള്ളവർ CPM ഉണ്ട് എന്നത് വസ്തുതയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബേബി പോലും ഈ കാര്യങ്ങളിലൊക്കെ തികച്ചും അജ്ഞനായിരുന്നു. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നില്ല. കരാർ ഒപ്പിടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ചർച്ച ചെയ്യാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അതിനൊരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെ ഒരു നിലപാടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു സമീപനമോ ഒന്നും CPM ഒരു നേതാവും പരസ്യമായി സ്വീകരിക്കാനിടയില്ല. ഇനി എന്തായാലും CPM ഇക്കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഈ നടപടിക്ക് വിദ്യാഭ്യാസ മന്ത്രി നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടതിനൊക്കെ CPM അംഗീകാരം നൽകും. അതിൽ നിന്ന് കരാറിന് പിന്മാറാൻ ഇപ്പോഴും CPM തയ്യാറായിട്ടുമില്ല, തയ്യാറാകുമെന്ന സൂചനകളുമില്ല. പക്ഷേ ആ സാഹചര്യങ്ങൾ ഇടതുമുന്നണിയിലെ CPM ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളോട് വിശദീകരിക്കുകയാണ് ഇപ്പോൾ CPM ചെയ്യാൻ പോകുന്നത്. അത് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാകും CPM നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നടത്താൻ പോകുന്നതും. ഇടതുമുന്നണി യോഗങ്ങൾ വരുമ്പോൾ അക്കാര്യം വിശദമായി ചർച്ച ചെയ്ത് അവരെ ആ കാര്യങ്ങളിലേക്ക് കൂടി അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമങ്ങളാകും CPM നടത്താൻ പോകുന്നത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഒപ്പം ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്നും. PM ശ്രീയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ LDFിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ നേതൃത്വ തലത്തിൽ ധാരണ എത്തിയിരിക്കുന്നത്. ഇതിനായി ഒരു സബ് കമ്മിറ്റിയെ നിയോഗിക്കും LDF. ഇതിന്റെ ഓരോ നിബന്ധനകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനായി. അതിനുശേഷം ഇപ്പോൾ തൽക്കാലം വളരെ ധൃതിപ്പെട്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല, സാവധാനം മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊരു ധാരണ. അത് CPIയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ കൂടിക്കാഴ്ചയും നടത്തും. PM ശ്രീ ധാരണാപത്രത്തിൽ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPI. മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയട്ടെ എന്ന് CPI ദേശീയ സെക്രട്ടറി D രാജ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. ഈ ധാരണാപത്രം പിൻവലിക്കണം എന്നത് തന്നെയാണ് നിലപാട്.
ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് ഈ ധാരണാപത്രമെന്നും ഡി രാജ പറഞ്ഞു. Chief Minister was away from the country. I am told he has returned last night. Let us see what he is going to do, what interaction he is going to do with other LDF parties. That is our position because it is very clear MOU is part of the NEP 2020. We have been questioning NEP and we have been protesting against it. We have been saying no to NEP. Now suddenly the LDF government signs MOU and I am given to understand that there was no proper discussion also within the cabinet or among the LDF partners. And these are all raising many pertinent questions. Today our party state executive is meeting. CPM-ഉം CPI-യും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് CPM നേതാവ് പി ജയരാജൻ. ഇതിന് കഴിവുള്ള നേതാക്കളാണ് ഇരു പാർട്ടിയിലുമുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താനില്ലെന്നും ജയരാജൻ പറഞ്ഞു. CPM-ഉം CPI-യും തമ്മിലുള്ള എന്തെങ്കിലും തർക്ക വിഷയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നല്ല രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയുള്ള നേതൃത്വമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം സംബന്ധിച്ച് രണ്ട് നേതൃത്വങ്ങളും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കും. ഇത് സംബന്ധിച്ച് മറ്റ് വിഷയങ്ങളെപ്പറ്റിയൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സംസ്ഥാന നേതൃത്വങ്ങളും ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യം ഉറപ്പിക്കുന്ന നിലക്ക് ഈ തർക്ക വിഷയങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കും. PM ശ്രീ നാടിന് ഗുണകരമായ പദ്ധതിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. CPM-ഉം CPI-യും നടത്തുന്നത് നാടകമാണ്. കേന്ദ്ര പദ്ധതികൾ പേര് മാറ്റി സംസ്ഥാന സർക്കാർ നടപ്പാക്കുകയാണ്. കരിക്കുലം ഫ്രെയിം ചെയ്യേണ്ടതിനെക്കുറിച്ച് NEP-യിൽ വിശദമായി തന്നെ പറയുന്നുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൃത്യമായി മനസ്സിലാക്കുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അഴിമതി, വിദ്യാഭ്യാസം, ആരോഗ്യമേഖലയിൽ തകർന്നു കിടക്കുന്ന ആരോഗ്യമേഖലയും ഇതെല്ലാം കൃത്യമായി പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് പോയി PM ശ്രീ MOU സൈൻ ചെയ്തു. എന്നിട്ട് ഈ CPI CPM-ൻ്റെ ഒരു നാടകം, ഞാനൊരു ഗുഡ് കോപ്പാണ് മറ്റൊരു ബാഡ് കോപ്പാണെന്ന് അത് ചെയ്യുന്ന ഒരു നാടകമാണ്. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കരിക്കുലമിനെ പറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വഴി കരിക്കുലം ഫ്രെയിം ചെയ്യാൻ എല്ലാ അവകാശങ്ങളും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുണ്ട്. അപ്പോൾ ഇതൊരു സാഫ്രൻ കരിക്കുലം ആവും, ഇതും മറ്റേതാവും എന്ന് പറയുന്നതെല്ലാം ഒരു കൃത്യമായി പച്ചക്കള്ളമാണ്, നുണയാണെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വളഞ്ഞ വഴിയിലൂടെ PM ശ്രീയിൽ ഒപ്പിടാനുള്ള തീരുമാനമെടുക്കാൻ സമ്മർദ്ദം എവിടെ നിന്നുണ്ടായെന്ന് KC വേണുഗോപാലിന്റെ ചോദ്യം. പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയെ പോലും സമ്മർദ്ദത്തിലാക്കുന്ന അവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ എല്ലാം വ്യക്തമാകുമെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഇനി ഇന്നത്തെ ദിവസം News 18 പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഇല്ലാത്ത അപകടങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിച്ച് കോടികളുടെ തട്ടിപ്പ്. അഭിഭാഷകരും പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഡോക്ടർമാരും ഉൾപ്പെടുന്ന വൻ സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടുന്ന ഉത്തരവിന്റെ മറവിൽ പോലീസ് ഒത്താശയിലാണ് തട്ടിപ്പ്. 9 പോലീസ് ഉദ്യോഗസ്ഥരും 3 സർക്കാർ ഡോക്ടർമാരും ഒരു അഭിഭാഷകരും ഉൾപ്പെടെ 66 പേരാണ് കേസിലെ പ്രതികൾ. News 18 ഇൻവെസ്റ്റിഗേഷൻ. ഇൻഷുറൻസ് പരിരക്ഷയുള്ള വാഹനത്തിൽ നിന്നാണ് വീണ് അപകടമുണ്ടാകുന്നതെങ്കിലും നേരത്തെ കണ്ട വീഡിയോയിൽ ഇതുപോലെ അപകടമുണ്ടായാൽ അത് റോഡ് അപകടമായി കണക്ക് കൂട്ടില്ല. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുമില്ല. റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവായി മാത്രമേ അത് കണക്കാക്കപ്പെടൂ. ക്ലെയിം ലഭിക്കണമെങ്കിൽ ഇതുപോലെ വാഹനങ്ങൾ കൂട്ടിമുട്ടി അപകടങ്ങൾ ഉണ്ടാകണം, പരിക്കേൽക്കണം. അതിനു മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. അതുകൊണ്ടാണ് അത്തരം അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, അതിനുവേണ്ടിയുള്ള വ്യാജരേഖകൾ നിർമ്മിക്കപ്പെടുന്നത്. നെയ്യാറ്റിൻകര മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിലാണ് ഇൻഷുറൻസ് കമ്പനികൾ തെളിവുകൾ സഹിതം ഹർജി സമർപ്പിച്ചിരിക്കുന്നത്.
സർക്കാർ ആശുപത്രികളുടെ രേഖകളുടെ പിൻബലത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് തട്ടിപ്പ്. വ്യാജ എഫ്ഐആറുകൾ തയ്യാറാക്കപ്പെടുന്നു. വ്യാജ സാക്ഷികളും മഹസർ സാക്ഷികളും സൃഷ്ടിക്കപ്പെടുന്നു. കോടതിയെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് എഫ്ഐആർ ഇടുന്നതെന്നാണ് ഏറ്റവും ഗുരുതരമായ സംഗതി. കാട്ടാക്കട തൂങ്ങാമ്പാറ സ്വദേശി അഖിലിന് 2016 ഓഗസ്റ്റ് 9 ബൈക്കിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേൽക്കുന്നു. സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രേഖകളിൽ ബൈക്കിൽ നിന്ന് വീണതെന്ന് രേഖപ്പെടുത്തി. ഗുരുതര പരിക്കിനെ തുടർന്ന് അഖിലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ എത്തിയപ്പോൾ അത് രേഖകളിൽ റോഡ് ആക്സിഡന്റായി മാറി. മാസങ്ങൾക്കു ശേഷം കാട്ടാക്കട മജിസ്ട്രേറ്റ് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. കാട്ടാക്കട പോലീസ് എഫ്ഐആർ ഇട്ടു. കാട്ടാക്കട സതീഷ് കുമാർ ആയിരുന്നു അഖിലിന്റെ അഭിഭാഷകൻ. അപകടം നടന്ന കാട്ടാക്കട എഫ്ഐആറിൽ നെയ്യാറ്റിൻകരയായി മാറി. നെയ്യാറ്റിൻകരയിലൂടെ അഖിൽ നടന്നു പോകുമ്പോൾ KL01 AG 7333 എന്ന നമ്പറിലുള്ള ബൈക്ക് അഖിലിനെ ഇടിച്ചിട്ടെന്നായി കഥ. അഖിലിന്റെ അച്ഛന്റെ മൊഴി പോലീസ് എടുത്തു. പരാതി ശരിയെന്ന് സ്ഥാപിച്ചു. KL01 AG 7333 മംഗലത്തുകോണം സ്വദേശി ചന്ദ്രന്റെ പേരിലുള്ള വാഹനമാണ്. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ്. ചന്ദ്രന്റെ വാഹനം മറ്റു 4 അപകട കേസുകളിൽ കൂടി ചേർത്തു. ആര്യങ്കോട് പോലീസ് ക്രൈം നമ്പർ 1294/17, പാറശാല ക്രൈം 76/17, കാട്ടാക്കട ക്രൈം 211/19, കാട്ടാക്കട ക്രൈം 596/19. ഇതിൽ 2 കേസുകളിൽ ചന്ദ്രൻ ഡ്രൈവറായിരുന്നു, അതായത് കേസിലെ പ്രതി. മറ്റു 2 കേസുകളിൽ ബൈക്കിന് പിന്നിൽ ഇരുന്നയാളായി. എല്ലാത്തിലും അഭിഭാഷകനായി കാട്ടാക്കട സതീഷ് കുമാർ തന്നെ. ബാലരാമപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത 1715/17 എന്ന കേസിൽ അപകടമുണ്ടാക്കിയ വാഹനമായി കാണിച്ചത് KL20J 4597. അഖിലിന്റെ കേസിൽ വാദിഭാഗം അഭിഭാഷകനായി വന്ന അതേ സതീഷ് കുമാറിന്റെ പേരിലുള്ള വാഹനം. ഈ കേസിൽ വാദിക്ക് വേണ്ടി ഹാജരായതും കാട്ടാക്കട സതീഷ് കുമാർ, അതായത് പ്രതിയും വാദിയുടെ അഭിഭാഷകനും ഒരാളെന്ന അപൂർവത. 2,40,000 രൂപയാണ് ഈ കേസിൽ ഇൻഷുറൻസ് തുകയായി തട്ടിയെടുത്തത്. മാറനല്ലൂർ ക്രൈം 502/17 ഹാജരാക്കിയത് സതീഷിന്റെ ബൈക്ക്. അതിൽ പ്രതിസ്ഥാനത്ത് വന്നത് സതീഷിന്റെ ജ്യേഷ്ഠന്റെ മകൻ വിപിൻ കുമാർ. മലയൻകീഴ് സ്വദേശി അജയ്കുമാറിന് അപകടം പറ്റിയെന്നായിരുന്നു ഈ കേസ്. ഇതേ അജയ്കുമാറിന്റെ മകൻ കിരണിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗിച്ചായിരുന്നു മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ്. 22 വയസ്സ് മാത്രമുള്ള കിരണിന്റെ മെഡിക്കൽ രേഖകൾ 38-കാരനായ വിജയകുമാർ എന്നയാൾ അപകടത്തിൽപ്പെട്ടെന്നാക്കി. ക്രൈം നമ്പർ 501/17. ഇതുവരെ കണ്ടത് തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രദേശത്ത് മാത്രം നടന്ന തട്ടിപ്പുകളുടെ കഥയാണ്. ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ ഇടപാടും ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിക്കലുമാണ്. തിരുവനന്തപുരത്ത് നിന്നും VV അരുൺ, ന്യൂസ് 18. 2022 പുറത്തിറങ്ങിയ ഒരു ചിത്രമുണ്ട്, മലയാള സിനിമ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. ഈ സിനിമ പറഞ്ഞത് മോട്ടോർ വാഹന അപകട ഇൻഷുറൻസ് തട്ടിപ്പിന്റെ ഇത്തരം കഥ തന്നെയാണ്. മുകുന്ദൻ ഉണ്ണി എന്ന അഭിഭാഷകനാണ് അതിൽ തട്ടിപ്പിന്റെ സൂത്രധാരൻ. പോലീസ് ഉദ്യോഗസ്ഥരും ആശുപത്രി ജീവനക്കാരും ഇൻഷുറൻസ് കമ്പനി പ്രതിനിധികളുമൊക്കെ തട്ടിപ്പിന് സഹായം ചെയ്യുന്നുണ്ട്. ഇവിടെയും തട്ടിപ്പിന്റെ മുഖ്യ കണ്ണി കാട്ടാക്കട സ്വദേശി അഡ്വക്കേറ്റ് സതീഷ് കുമാർ ആണെന്നാണ് പരാതി. ഇയാളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കേസിൽ പ്രതികളാണ്. അഡ്വക്കേറ്റ് കാട്ടാക്കട സതീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇൻഷുറൻസ് തട്ടിപ്പെന്നാണ് പരാതി. സതീഷ് കുമാറിന്റെ പേരിലുള്ള വാഹനം 1 കേസുകളിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇയാളുടെ അടുത്ത ബന്ധുക്കളും അവരുടെ വാഹനങ്ങളും കേസുകളുടെ ഭാഗമാണ്. സതീഷ് കുമാറിന്റെ ജ്യേഷ്ഠൻ വിജയകുമാറിന്റെ മകൻ പ്രതിയായ 502/17 നമ്പർ കേസിൽ ഉപയോഗിച്ചത് സതീഷിന്റെ വാഹനം. എന്നാൽ തട്ടിപ്പിനെ പറ്റി അറിയില്ലെന്നും സീനിയർ അഭിഭാഷകൻ കൈകാര്യം ചെയ്ത കേസുകൾ തന്റെ പേരിലായതാണെന്നും സതീഷ് കുമാർ. എന്റെ കേസല്ല അതല്ല എന്റെ കേസൊന്നുമല്ല. ഞാന് വാദിയായിട്ട് ഫയൽ ചെയ്തിട്ടുള്ള ഒരു കേസ്, അത് അവൻ 80% ഡിസബിലിറ്റിയിൽ ബെഡ്രിഡൻ ആണ്. എന്റെ ഓഫീസിലിരുന്ന സീനിയർ അഭിഭാഷകനാണ്. 80-84 വയസ്സായിട്ടുള്ള അഡ്വക്കേറ്റാണ്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് എന്നിൽ വക്കാലത്ത് വരുന്നത്. പക്ഷേ വക്കാലത്ത് വന്നത് ഏകദേശം എല്ലാ കേസും നമുക്ക് തോന്നിയിട്ടുള്ള കേസിൽ വാദി പ്രതികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്ത് സെറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. വിപിൻ കുമാറിന്റെ അച്ഛൻ വിജയകുമാർ പ്രതിയായി 7, വാദിയായി 1 കേസുമുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല കേസുകളിലെ കുടുംബ ബന്ധം. വിജയകുമാറിന്റെ മകൾ വിജിയുടെ ഭർത്താവ് വിജോയ് എന്നിവർ വാദിയും പ്രതിയുമായൊക്കെ കേസുകളുണ്ട്. വിജിയുടെ കാറും വിജോയുടെ ബൈക്കുമൊക്കെ അപകടമുണ്ടാക്കിയ വാഹനങ്ങളായി രേഖകളിൽ മാറി. കുറ്റിച്ചൽ സ്വദേശി പൊന്നയ്യന്റെ മകൻ അശോകൻ പ്രതിയായി 4 കേസുകളും പരാതിക്കാരനായി 1 കേസുമുണ്ട്. അശോകന്റെ ഭാര്യ ബിന്ദുവാണ് മറ്റൊരു കേസിലെ പരാതിക്കാരി. അമ്പൂരി സ്വദേശി ഷീബയുടെ പേരിലുമുണ്ട് വാദിയായി 5 കേസുകൾ. വെള്ളനാട് സ്വദേശി ഹാരിസിന്റെ മകൻ അരുൺകുമാറാണ്
മറ്റൊരു പ്രധാനി. പല കേസുകളിലും വാദിയായും പ്രതിയായും വാഹനോടമയായും ഒക്കെ അരുൺകുമാറിനെ കാണാം. പല കേസുകളിലെയും പ്രതികൾക്ക് ഒന്നിലധികം പേരുകളുണ്ട്. ഒരാളുടെ പേരിലുള്ള മെഡിക്കൽ രേഖകൾ മറ്റൊരാളുടെ പേരിലാക്കി ആൾമാറാട്ടം നടത്തിയും തട്ടിപ്പ് നടന്നതായി ഹർജിയിൽ ആരോപിക്കുന്നു. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതിയിൽ അസാധാരണ നീക്കം. എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. തെരുവുനായ ആക്രമണത്തിൽ നോട്ടീസിന് 2 സംസ്ഥാനങ്ങളും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും മാത്രമാണ് മറുപടി സമർപ്പിച്ചത്. ഈ സാഹചര്യത്തിലാണ് സുപ്രീംകോടതിയുടെ അസാധാരണ നടപടി. കടുത്ത വിമർശനമാണ് സംസ്ഥാനങ്ങൾക്കെതിരെ സുപ്രീംകോടതി ഉയർത്തിയത്. ഈ വിഷയത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹാജരാകാനാണ് നിർദ്ദേശം. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഈ കോടതിയുടെ നിർദ്ദേശത്തെ അവഗണിച്ചതിൽ കോടതിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണിപ്പോൾ കോടതി എടുത്തിട്ടുള്ള തീരുമാനം? ശ്രീജ, കടുത്ത ഭാഷയിൽ തന്നെയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനം സംസ്ഥാനങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അടുത്ത മാസം നവംബർ 3 ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാകണമെന്നുള്ളതാണ്. ഒരു തരത്തിലും എന്ത് മറ്റ് വിഷയങ്ങൾ ഉണ്ടായാൽ പോലും തന്നെ, അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പോലും തന്നെ ചീഫ് സെക്രട്ടറിമാർ ഹാജരാകാതിരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കർശനമായി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കാരണം 2 മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ആഗസ്റ്റ് 22 ഈ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ അന്ന് ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം ഈ വിഷയത്തിൽ ABC നയരൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൃത്യമായ നിലപാട് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്, അതിന്റെ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. നോട്ടീസ് അയച്ച് 2 മാസം കഴിഞ്ഞിട്ടും ആകെ 2 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അത് വെസ്റ്റ് ബംഗാളും തെലങ്കാനയും മാത്രമാണ്. മറ്റൊന്ന് ഡൽഹി കോർപ്പറേഷനും ഇത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും അതിരൂക്ഷമായാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് വിക്രംനാഥ് വിമർശിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. രാജ്യത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് തെരുവുനായയുടെ ആക്രമണം. അത് പാരാ അത്ലറ്റിക് മീറ്റുമായി ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഇവിടെ എത്തിയപ്പോൾ ആ താരങ്ങളെ പോലും തെരുവുനായകൾ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ആഗോളതലത്തിൽ ഇന്ത്യയുടെ രാജ്യത്തിന്റെ പ്രതിച്ഛായ താഴ്ന്ന തരത്തിലേക്ക് ഈ വിഷയം മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ്. അതിനു മുമ്പ് ആഗസ്റ്റ് 11 ജസ്റ്റിസ് പർദിവാല അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിർണായക വിധി അല്ലെങ്കിൽ ഉത്തരവ് ഇത് സംബന്ധിച്ച് പുറപ്പെടുവിക്കുകയുണ്ടായിരുന്നു. അതായത് ഈ തെരുവുനായകളെ എല്ലാം പിടികൂടി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നുള്ളതായിരുന്നു. മൃഗസംരക്ഷണ വിഭാഗങ്ങളും ഒപ്പം തന്നെ മൃഗസ്നേഹികളും അവരുടെ അതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് കഴിഞ്ഞ ഒരു പശ്ചാത്തലം പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. അത് വലിയ പ്രതിഷേധത്തിന് അരങ്ങ് കുറിച്ചതിനെ തുടർന്നാണ് ഈ ബെഞ്ചിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഹർജിക്കാർ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുന്നു. അങ്ങനെയാണ് ജസ്റ്റിസ് വിക്രംനാഥിന്റെ അധ്യക്ഷനായിട്ടുള്ള 3-അംഗ ബെഞ്ചിലേക്ക് ഈ വിഷയം കൈമാറുകയും ചെയ്തത്. അപ്പോഴാണ് ഇതിൽ ചില ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് എന്താണ് ഇതിൽ സ്വീകരിക്കാൻ പറ്റുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും അവർക്ക് വെവ്വേറെ കാഴ്ചപ്പാടുണ്ടായിരിക്കാം. ഈ ഒരു വിഷയത്തിൽ തെരുവുനായ ആക്രമണം തടയുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അക്കാര്യങ്ങളൊക്കെ കൃത്യമായി കോടതിയെ അറിയിക്കണം. അത് ഒരു തരത്തിലും ഈ ജനങ്ങൾക്ക് ഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള തീരുമാനം ഒരു തരത്തിലും സംസ്ഥാന സർക്കാർ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി ഈ നോട്ടീസ് മുമ്പാകെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പക്ഷേ അക്കാര്യത്തിലൊന്നും തന്നെ കൃത്യമായ നിലപാട് അല്ലെങ്കിൽ അത് വ്യക്തമാക്കാൻ ഒരു തരത്തിലും ഈ സംസ്ഥാനങ്ങളൊന്നും തയ്യാറായില്ല എന്നുള്ളതും കോടതി എടുത്തു പറയുകയും ചെയ്തു. അത്തരത്തിലൊരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും അടുത്ത മാസം 3-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എല്ലാ ചീഫ് സെക്രട്ടറിമാരും കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്രീജ. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കും. വൈകിട്ട് 4:15 വിജ്ഞാൻ ഭവനിലാണ് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. SIR നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നവംബർ 1 മുതൽ ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. കേരളത്തിന് പുറമെ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും SIR ഉടൻ നടപ്പാക്കുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.
കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ കണ്ട് മുഖം രക്ഷിക്കാൻ ടിവികെ അധ്യക്ഷൻ വിജയ്. മഹാബലിപുരത്തെ സ്വകാര്യ റിസോർട്ടിൽ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം അനുവദിക്കാതെ അതീവ രഹസ്യമായാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. മരിച്ച 41 പേർക്കും വിജയ് അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വിജയുടെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾ എന്താകും എന്നതിനെക്കുറിച്ചും ഇന്നത്തെ ദിവസം വ്യക്തത ലഭിക്കുമെന്ന സൂചനകളുണ്ട്. കരൂർ ദുരന്തത്തിൽ ടിവികെ നേതാക്കളായ ബുസി ആനന്ദിനും നിർമ്മൽ കുമാറിനും ഇതിനിടെ CBI നോട്ടീസും അയച്ചിട്ടുണ്ട്. വിജയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, വിജയുടെ രാഷ്ട്രീയ കരിയർ എങ്ങോട്ട് എന്നതിന്റെ ഒരു തീരുമാനം ഒരുപക്ഷെ ഇന്ന് കിട്ടും. ഇരകളുടെ ബന്ധുക്കൾ എന്തു പറയുന്നു എന്നത് വളരെ പ്രധാനമാണ്. അവരെ എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ തെറ്റുണ്ടായിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വിജയ്ക്ക് കഴിയും എന്നതിലായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി കൂടി ആശ്രയിക്കുക. അജയ്, കേൾക്കാമോ? ശ്രീജ, ഇന്ന് വിജയുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് കരൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയ് ഈ കുടുംബാംഗങ്ങളെ എല്ലാവരെയും വ്യക്തിപരമായി തന്നെ ചെന്ന് കണ്ടു എന്നാണ് വിവരം ലഭിക്കുന്നത്. മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഒന്നും തന്നെ പ്രവേശനം അനുവദിക്കാതെ വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടാണ് വിജയ് ഈ ചർച്ച നടത്തുന്നത്. TVK നേതാക്കൾക്കും TVKയിലെ തന്നെ അതും പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കും പിന്നെ ഈ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്കും മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 37 കുടുംബങ്ങളിലുള്ള 235 അംഗങ്ങളാണ് ഈ ഇപ്പോൾ നിലവിൽ മഹാബലിപുരത്തെ റിസോർട്ടിൽ എത്തിയിരിക്കുന്നത്. ഈ റിസോർട്ടിനകത്ത് പ്രത്യേകം വിജയ് ബുക്ക് ചെയ്ത 50 മുറികളിലെത്തിയാണ് ഈ കുടുംബാംഗങ്ങളെ TVK നേതാവ് കണ്ടത്. അതിനുശേഷം ഒരു പൊതുസമ്മേളനവും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് വിജയ് ഈ മരിച്ചവർക്ക് വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ വിജയ് ഇവർക്ക് നിർണായകമായിട്ടുള്ള ചില ഉറപ്പുകളും ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഇവരുടെ 10 വർഷത്തേക്കെങ്കിലും ഇവരുടെ എല്ലാവിധ വിദ്യാഭ്യാസ ചികിത്സാ ചെലവുകളും താരം വഹിച്ചുകൊള്ളാം എന്നാണ് വിജയ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിജയ് പറഞ്ഞത്, നിങ്ങളുടെ വിഷമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ വിഷമം കൂടിയാണ്, ഞാനും ഈ വിഷമത്തിൽ പങ്കാളിയാകുന്നു. അതുപോലെ തന്നെ ഞാനും നിങ്ങളുടെ വീട്ടിലെ ഒരു മകനെ പോലെയാണ് എന്നെല്ലാം വിജയ് ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു എന്നാണ് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ താരത്തിനെ വിമർശിച്ചുകൊണ്ട് DMK ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. DMK നേതാവായിട്ടുള്ള ഇളങ്കോവൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, വിജയ് ഈ വർക്ക് ഫ്രം ഹോം പോലെ പൊളിറ്റിക്സ് ഫ്രം ഹോം ആണ് ഇപ്പോൾ ചെയ്യുന്നത്. വിജയ് നേരിട്ട് കരൂരിലെത്താതെ ഈ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയതിൽ ഒരു വലിയ വിമർശനമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. വർക്ക് ഫ്രം ഹോം പോലെ പൊളിറ്റിക്സ് ഫ്രം ഹോം വിജയ് കാഴ്ചവെക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ പലരും വിമർശനം ഉന്നയിച്ചത് ഇത്തരത്തിൽ ഈ പരിക്കേറ്റവരെ ഉൾപ്പെടെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിജയ് വിളിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ 10 മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ട് കരൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ഇവരെ ഈ സുഖമില്ലാത്തവരെയും പ്രായമായവരെയും ഉൾപ്പെടെ വിളിച്ചു വരുത്തിയ നടപടി മനുഷ്യത്വമില്ലായ്മയാണ് എന്ന് ചില DMK നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഈ പരിക്കേറ്റവരുടെ കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്കുള്ള ധനസഹായം വൈകുന്നതിൽ വിജയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 20 ലക്ഷം രൂപ കൈമാറിയെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ കൈമാറുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിൽ കാലതാമസം വരുന്നത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ഇതുകൊണ്ടാണ് TVK നിലവിൽ 10 ഈ പരിക്കേറ്റവരെ കരൂരിലെ മഹാബലിപുരത്തേക്ക് എത്തിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായം ആദ്യഘട്ടത്തിൽ നിർവഹിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അവരും നിലവിൽ ഇപ്പോൾ മഹാബലിപുരത്തെ റിസോർട്ടിൽ തന്നെയാണ്. മറ്റു വിവരങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല. അകത്തുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ എന്താണ് അകത്ത് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള മറ്റ് ദൃശ്യ വിവരങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. മാധ്യമപ്രവർത്തകർ ഇപ്പോഴും പുറത്തു തന്നെയാണ് നിൽക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ ഇനി ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ മാത്രമേ മറ്റ് വിശദാംശങ്ങൾ എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ. അതേസമയം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കരൂർ ദുരന്തത്തെ സംബന്ധിച്ചുള്ള CBI അന്വേഷണം. സുപ്രീം കോടതി CBI അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ള അന്വേഷണം അത് ഇന്നലെയാണ് ആരംഭിച്ചത്. ഇന്നലെ CBI
ഉദ്യോഗസ്ഥർ കരൂരിൽ ദുരന്തം നടന്ന സ്ഥലത്ത് നേരിട്ടെത്തി അവിടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനുശേഷം TVK നേതാക്കളായിട്ടുള്ള ബുസി ആനന്ദിനും അതുപോലെ നിർമ്മൽ കുമാറിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ CBI അന്വേഷണവും ഇതിനോടൊപ്പം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രീജ, ശരി. അജയാണ് വിവരങ്ങൾ നൽകിയത്. കരൂർ ദുരന്തത്തിൽ രാഷ്ട്രീയ ഭാവിയിൽ ചെറിയൊരു നിഴൽ വീണ സാഹചര്യമുണ്ട് വിജയ്ക്ക്. അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ അറിയാം. തമിഴ്നാട്ടിൽ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ എത്രയും വേഗം പുറത്തിറക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി. ഇതിന് 10 ദിവസത്തെ സമയവും കോടതി അനുവദിച്ചു. ചീഫ് ജസ്റ്റിസ് മനീന്ദ്ര മോഹൻ ശ്രീവാസ്തവയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റേതാണ് ഉത്തരവ്. പൊതുജന സുരക്ഷയും ക്രമസമാധാനവും പാലിച്ച് മാത്രമേ രാഷ്ട്രീയ യോഗങ്ങൾക്ക് അനുമതി നൽകാൻ പാടുള്ളൂ എന്നും കോടതി വ്യക്തമാക്കി. കരൂർ ദുരന്തം സംബന്ധിച്ച വിവിധ ഹർജികൾ പരിഗണിച്ചാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിനെ നാമനിർദ്ദേശം ചെയ്ത് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. പിൻഗാമിയെ ശുപാർശ ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് BR ഗവായിയോട് കേന്ദ്ര നിയമ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. നവംബർ 23-നാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് വിരമിക്കുക. അടുത്ത ചീഫ് ജസ്റ്റിസിന്റെ പേര് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് നിയമനത്തിനായി രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേരിന് അംഗീകാരം ലഭിച്ചാൽ നവംബർ 24-ന് അദ്ദേഹം രാജ്യത്തിന്റെ 53ാമത്തെ ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കും. ജസ്റ്റിസ് സൂര്യകാന്തിന് 2027 ഫെബ്രുവരി 9 വരെ കാലാവധിയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. ആന്ധ്ര തീരത്തേക്ക് നീങ്ങുന്ന ചുഴലിക്കാറ്റ് മൂലം ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് വ്യാഴാഴ്ച വരെ തുടരും. ഭവ്യ പാർവതി വിവരങ്ങളുമായി. ഭവ്യ, മോൻത നാളെ തീരം തൊടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആന്ധ്രയിലും ഒഡീഷയിലും ഒക്കെ ഇടയ്ക്കിടെ ഈ ഭീഷണി ഉള്ളതാണ്. എങ്ങനെയൊക്കെയാണ് അവിടെ ഈ ചുഴലിക്കാറ്റിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ? ശ്രീജ, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മോൻത ചുഴലിക്കാറ്റ് ഏറ്റവും പുതിയ ബുള്ളറ്റിൻ അനുസരിച്ച് നാളെയോടെ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്നാണുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഇതാണ് മോൻത ചുഴലിക്കാറ്റ്. ഇതിപ്പോൾ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത്. നാളെ വൈകുന്നേരത്തോടുകൂടി ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലിപട്ടണത്തിനും കലുങ്ക് പട്ടണത്തിനും ഇടയിൽ തീവ്ര ചുഴലിക്കാറ്റായി മാറി മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ കരതൊടുമെന്നാണ് ഏറ്റവും പുതുതായി അറിയാൻ സാധിക്കുന്നത്. തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ തീരങ്ങളിൽ ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആന്ധ്രയിൽ ഇപ്പോൾ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആന്ധ്രയിലെ തെക്കൻ ജില്ലയിലുള്ള സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഈ മാസം 31 വരെയാണ് വിവിധ സ്ഥലങ്ങളായി, വിവിധ ജില്ലകളിലായി ആന്ധ്രയിൽ സ്കൂളുകൾക്ക് അവധി നൽകിയത്. അതുമാത്രമല്ല, ബീച്ചിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശന വിലക്ക് കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒഡീഷയിലെ തെക്കൻ ജില്ലകളിൽ പ്രധാനമായും 8 തെക്കൻ ജില്ലകളിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ് തമിഴ്നാട്ടിലടക്കം അനുഭവപ്പെടുന്നത്. പുതുച്ചേരിയിലേക്ക് വരികയാണെങ്കിൽ പുതുച്ചേരിയിൽ ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം തന്നെ പുതുച്ചേരിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം പുതുച്ചേരിയിലും ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും തുറന്നൊരു സാഹചര്യമാണ്. ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഇപ്പോൾ സർക്കാരുകൾ അറിയിച്ചിരിക്കുന്നു. നിലവിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മോന്ത ചുഴലിക്കാറ്റ് കാക്കിനാടയിൽ നിന്ന് 680 കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ചുഴലിക്കാറ്റ് ഇപ്പോൾ മണിക്കൂറിൽ 16 കിലോമീറ്റർ വേഗത്തിൽ തീരത്തേക്ക് നീങ്ങുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭ്യമായത്. ഇന്നും നാളെയും കൃഷ്ണ ജില്ലയിൽ കനത്തതോ അല്ലെങ്കിൽ അതികനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ
ഈ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് സർക്കാർ കൈക്കൊണ്ടത്. ഫുട്പാത്തിൽ നിന്ന് കച്ചവടക്കാരെ പൂർണ്ണമായി ഒഴിപ്പിച്ചിരിക്കുന്നു. ഭക്ഷ്യസാധനങ്ങളും ഇന്ധനങ്ങളും ഒക്കെ അവശ്യ വസ്തുക്കളെല്ലാം കൃത്യമായി ഉറപ്പാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സർക്കാർ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, കടൽ തീരത്തേക്ക് ആളുകൾ ഇറങ്ങുന്നത്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ ആന്ധ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ആശുപത്രികൾ അടക്കം പ്രത്യേക വാർഡുകളും സജ്ജമാക്കി ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിരിക്കുകയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സർക്കാർ. അതുമാത്രമല്ല, ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. കാക്കിനഡ, കോണസീമ, വെസ്റ്റ് ഗോദാവരി ജില്ലകളടക്കം സ്കൂളുകൾ അടച്ചിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ആന്ധ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമോ ആ സാഹചര്യങ്ങളൊക്കെ നേരിടാൻ തയ്യാറാണോ എന്ന് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സർക്കാരിനെ അടക്കം ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആന്ധ്ര, ഒഡീഷ സർക്കാരുകളെല്ലാം കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാണ്. ഈ മഴയും പ്രളയവും ഉണ്ടാകാനുള്ള സാഹചര്യം, ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ ഉള്ള ദുരന്തങ്ങൾ, ഇതൊക്കെ മുന്നിൽ കണ്ട് എല്ലാ സാഹചര്യവും കൃത്യമായി നേരിടണം എന്നുള്ള നിർദ്ദേശമടക്കം പ്രധാനമന്ത്രി നൽകിക്കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശ്രീജ, സംസ്ഥാനത്തും മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു മുന്നറിയിപ്പ് ലഭ്യമായിട്ടുണ്ട്. കേരള തീരത്തിന് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മണിക്കൂറിൽ 74 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ 5 ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് നിലവിൽ കേരളത്തിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. കേരളത്തിൽ മഴ കനക്കുമെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ശ്രീജ, ഭവ്യ പാർവതിയാണ് വിവരങ്ങൾ നൽകിയത്. ബോളിവുഡ് താരം സൽമാൻ ഖാനെ പാകിസ്ഥാൻ ഭീകരവാദിയായി പ്രഖ്യാപിച്ചെന്ന വാർത്തകൾ പുറത്തുവരുന്നു. റിയാദ് ഫോറത്തിൽ സൽമാൻ ഖാൻ നടത്തിയ ബലൂചിസ്ഥാൻ പരാമർശത്തെ തുടർന്നാണ് പാകിസ്ഥാന്റെ നടപടിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ സൽമാൻ ഖാനെതിരായ പാകിസ്ഥാൻ സർക്കാരിന്റെ ഇത്തരം ഒരു നടപടി ആധികാരികമായി എവിടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ബലൂച്ച് പരാമർശത്തെ തുടർന്ന് ഭീകരവാദിയായി പ്രഖ്യാപിച്ചെന്ന ഈ റിപ്പോർട്ടുകൾ പിന്നെ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? ആധികാരികമായ റിപ്പോർട്ടുകൾ വരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയൊരു വാർത്ത വളരെ കാര്യമായി തന്നെ പ്രചരിക്കുകയാണ്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് ഈ വാർത്തകൾക്ക് അടിസ്ഥാനം? ശ്രീജ, കഴിഞ്ഞ ദിവസം റിയാദിൽ നടന്ന ഒരു പരിപാടിയിൽ പ്രത്യേകിച്ച് ബോളിവുഡ് താരങ്ങളായിട്ടുള്ള ആമിർ ഖാൻ, ഷാരൂഖ് ഖാൻ, ഒപ്പം തന്നെ സൽമാൻ ഖാൻ, ഈ 3 താരങ്ങളും പങ്കെടുത്ത ഒരു ഫോറത്തിൽ, ജോയ് ഫോറം 2025 നടന്ന ആ ഒരു പരിപാടിയിലായിരുന്നു ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന സിനിമയുടെ സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു ഇങ്ങനൊരു പരാമർശം സൽമാൻ ഖാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്. അതായത്, ഇപ്പോൾ ഒരു ഹിന്ദി സിനിമ ഇത്തരത്തിൽ ഇവിടെ സൗദി അറേബ്യൻ രാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ റിലീസ് ചെയ്താൽ അതൊരു സൂപ്പർ ഹിറ്റായി മാറും. ഒപ്പം തന്നെ ഒരു തമിഴ്, തെലുങ്ക് അല്ലെങ്കിൽ മലയാള സിനിമകൾ പോലും 100 കോടി വരെ കളക്ട് ചെയ്യുന്ന, അത്രത്തോളം ബിസിനസ് നേടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതായത് അതിന് കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ ജോലി നോക്കുന്നുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിൽ നിന്നുള്ളവർ, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർ, ഒപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ളവർ, ഇവരൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ബിസിനസ് സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ സിനിമയ്ക്ക് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ള പരാമർശമായിരുന്നു ഇത്തരത്തിൽ പാകിസ്ഥാനെ ചൊടിപ്പിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് പാകിസ്ഥാനെയും ബലൂചിസ്ഥാനെയും 2 രാജ്യങ്ങളായി കണക്കാക്കി അത്തരത്തിലൊരു പരാമർശം സൽമാൻ ഖാൻ നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഈ വിഷയത്തിൽ സൽമാൻ ഖാനെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഒരു തീവ്രവാദി ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നു എന്നുള്ളടക്കമുള്ള ചില സൂചനകളായിരുന്നു വരുന്നത്. അതായത് 1997 നിയമമനുസരിച്ച് ആ പട്ടികയിൽ സൽമാൻ ഖാന്റെ പേര് കൂടി ഈ ഒരു ഘട്ടത്തിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ മാത്രമാണ് വന്നിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണവും ഇതുവരെയും നടത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ ബലൂചിസ്ഥാൻ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പേരിൽ ഉള്ള വിജ്ഞാപനമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ഈ മാസം 16 പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ സൽമാൻ ഖാനെ ആസാദ് ബലൂചിസ്ഥാൻ ഫെസിലിറ്റേറ്റർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അവർ ബലൂചിസ്ഥാൻ ഇത്തരത്തിൽ സൽമാൻ ഖാന്റെ ഈ ഒരു പരാമർശത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അവിടുത്തെ നേതാക്കളൊക്കെ
രംഗത്ത് വരുന്നുണ്ട്. അതായത് പാകിസ്ഥാനെയും ബലൂചിസ്ഥാനെയും വെവ്വേറെ പരാമർശിച്ച് ഇത്തരത്തിൽ അതായത് നല്ല കാര്യമെന്ന രീതിയിൽ, അതായത് ഞങ്ങളെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നതിൻ്റെ ഒരു തുടക്കമായി തന്നെ ഇത് കാണാം. അത്തരത്തിലുള്ള പരാമർശം ഒരു ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സിനിമാ താരത്തിൻ്റെ വാക്കുകളിലൂടെ വന്നത് വളരെ പ്രശംസനീയമാണ് എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര വക്താവായിട്ടുള്ള മിർയാർ ബലൂച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ പല രാജ്യങ്ങളും ഇത് ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ സിനിമാ താരം തന്നെ ഈ ഒരു വിഷയത്തിൽ തങ്ങളെ രാജ്യമായി കണക്കാക്കുന്നു. അത് ആ രീതിയിൽ അവർ അവിടെ പ്രചരണം നടത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബലൂചിസ്ഥാനെയും പാകിസ്ഥാനെയും വെവ്വേറെ പരാമർശിച്ചത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ പാക് സർക്കാർ ഇതിനെ കാണുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ പാകിസ്ഥാനിലെ ഒരു ഭീകരവാദിയെ അല്ലെങ്കിൽ തീവ്രവാദിയെ ലിസ്റ്റിൽ സൽമാൻ ഖാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ള ചില റിപ്പോർട്ടുകൾ മാത്രമാണ് വന്നിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച് യാതൊരുവിധ പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരി, MG മിഥുനാണ് വിവരങ്ങൾ. ഇന്ത്യൻ ഏകദിന വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ICUവിൽ. ഓസ്ട്രേലിയക്കെതിരായ 3-ാം ഏകദിന മത്സരത്തിനിടെ വാരിയലിന് പരിക്കേറ്റ് ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശ്രേയസിന്റെ ഇടത് വാരിയലിനാണ് പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ട്. മിഥുൻ തന്നെ വിശദാംശങ്ങൾ നൽകും. മിഥുൻ, ക്യാച്ച് എടുക്കുന്നതിനിടെ ഉണ്ടായ ഒരു പരിക്കാണ്, അത് പക്ഷേ ഗുരുതരാവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നതാണോ ഇപ്പോൾ മനസ്സിലാവുന്നത്? ശ്രീജ, വളരെ ഗുരുതരാവസ്ഥയിലാണ് താരമുള്ളത് എന്നുള്ളതാണ് BCCI ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിലെ അവസാനത്തെ മത്സരത്തിലായിരുന്നു ഇത്തരത്തിലൊരു ക്യാച്ച് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ എടുക്കുന്നത്. അതായത് ബാക്ക്വേർഡ് പോയിന്റിലായിരുന്ന താരം അലസ്കാരിയുടെ ക്യാച്ച് കൈകളിൽ ഒതുക്കുന്നതിന് വേണ്ടി പിന്നോട്ടേക്ക് ഓടുന്നതിനിടയിലാണ് ആ ക്യാച്ച് പക്ഷേ താരം കൈവിട്ടില്ല എന്നുള്ളതും വളരെ മനോഹരമായി അത് കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. ആ വേളയിലാണ് താരം മറിഞ്ഞു വീഴുകയും താരത്തിന്റെ റിബ്സിന് താഴത്തെ റിബ്സിന് പരിക്കേൽക്കുകയും ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്ത് തന്നെ താരം ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇത്തരത്തിൽ മെഡിക്കൽ ടീം എത്തി താരത്തിന് ആ സമയത്ത് തന്നെ ഫസ്റ്റ് എയ്ഡ് അടക്കം നൽകുകയും ചെയ്തു. കുറച്ച് സമയം കൂടി താരം ഗ്രൗണ്ടിൽ ചിലവഴിച്ചതിന് ശേഷമാണ് തിരികെ മടങ്ങുകയും ചെയ്തത്. ഡ്രസ്സിംഗ് റൂമിൽ എത്തിയതിനു ശേഷം വലിയ രീതിയിൽ വേദന അനുഭവപ്പെടുകയും തുടർന്നതിനനുസരിച്ച് സിഡ്നിയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ തുടക്കത്തിൽ ഈ ആന്തരിക രക്തസ്രാവം കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് താരത്തിന് ആന്തരിക രക്തസ്രാവമുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്ക് വരികയും ചെയ്യുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ജീവൻ പോലും നഷ്ടപ്പെടാൻ പോകുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ പരിക്കായിരുന്നു താരത്തിന് സംഭവിച്ചതെന്നാണ് BCCI അറിയിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. അതിൽ നിലവിൽ കഴിഞ്ഞ 3 ദിവസമായി താരം ICUവിൽ തുടരുകയാണ്. ഇനിയും ഒരാഴ്ച കൂടി ഈ നിരീക്ഷണം തുടരുമെന്നുള്ളതാണ്. വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘമാണ് താരത്തെ പരിശോധിക്കുകയും ചെയ്തത്. എന്തായാലും 2 മാസത്തോളം വിശ്രമം താരത്തിന് വേണ്ടിവരുമെന്നുള്ളതാണ് ഇപ്പോൾ BCCI നൽകുന്ന വിവരം. എന്തായാലും അടുത്തെങ്ങും താരത്തിന് വീണ്ടും ഈ പരിക്ക് ഭേദമായി കളിക്കളത്തിലേക്ക് എത്താൻ സാധിക്കാത്ത വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് സിഡ്നിയിൽ നിന്ന് പുറത്തു വരുന്നത്. ശ്രേയസ് അയ്യർ ICUവിൽ എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കൊപ്പം വേദി പങ്കിട്ട പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനോട് വിശദീകരണം തേടി BJP. പ്രമീള രാജിവെക്കണമെന്ന നിലപാടിലാണ് C കൃഷ്ണകുമാർ പക്ഷമുള്ളത്. അതേസമയം അവസരം മുതലെടുത്ത് പ്രമീളയെ ഒപ്പം കൂട്ടാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസമാണ് BJP നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. പ്രമീള രാജിവെക്കണമെന്ന നിലപാടിലാണ് C കൃഷ്ണകുമാർ പക്ഷം. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, C കൃഷ്ണകുമാർ തുടങ്ങിയവർ അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പ്രമീളയ്ക്കെതിരെ നടപടി വേണം, അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചത്. BJP ജില്ലാ കമ്മിറ്റിയിൽ പ്രമീള ശശിധരൻ രാജിവെക്കണമെന്ന് 18 പേർ ആവശ്യപ്പെട്ടു. എന്നാൽ MLA ഫണ്ടിൽ നിന്നുള്ള റോഡ് ആയതിനാലാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് പ്രമീള ശശിധരന്റെ വിശദീകരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രമീള പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നാണ് വിലയിരുത്തൽ. എന്നാൽ പ്രമീളയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകരുതെന്നാണ് മറുപക്ഷത്തിന്റെ വാദം. നഗരസഭാ മേഖലയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ് പ്രമീള. അതിനാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി വേണ്ടെന്നാണ് മറുപക്ഷത്തിന്റെ നിലപാട്. പ്രമീളയ്ക്കെതിരെ നടപടി ഉണ്ടായാൽ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നിലപാട്. പാലക്കാട് MLAയ്ക്ക് ഒപ്പം അല്ലെങ്കിൽ വികസനത്തിനൊപ്പം വേദി പങ്കിട്ടതിൻ്റെ പേരിൽ അവർക്കെതിരെ അവരുടെ പാർട്ടി നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ
കോൺഗ്രസ് തയ്യാറാവും. അതിൽ യാതൊരു തർക്കവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആദ്യം പ്രതിരോധത്തിലായിരുന്നത് കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പോൾ പ്രതിസന്ധി BJPയിലാണ്. BJPയിലെ ഭിന്നത മറനീക്കി പുറത്തുവന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്നത് പ്രധാനമാണ്. ന്യൂസ് 18 പാലക്കാട്. CPM ഉദയംപേരൂർ നോർത്ത് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തേരേക്കൽ TS പങ്കജാക്ഷന്റെ ആത്മഹത്യ പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ്. CPMലെ പല സാമ്പത്തിക ഇടപാടുകളിലും പങ്കജാക്ഷൻ ഉൾപ്പെട്ടിരുന്നു. പാർട്ടിക്ക് സഹായിക്കാമായിരുന്നിട്ടും പ്രതിസന്ധിയിൽ പങ്കജാക്ഷനെ പാർട്ടി കൈയൊഴിഞ്ഞു. ഇന്ന് CPMന്റെ നടക്കാവ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ നടക്കാവിലെ CPM നേതാവ് പങ്കജാക്ഷന്റെ ആത്മഹത്യയിൽ പാർട്ടിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. പങ്കജാക്ഷന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതായി പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ സാമ്പത്തിക ബാധ്യത പാർട്ടി തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. CPMലെ പല സാമ്പത്തിക ഇടപാടുകളിലും പങ്കജാക്ഷൻ ഉൾപ്പെട്ടിരുന്നു. ഉദയംപേരൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK പ്രസാദും പങ്കജാക്ഷനുമായി ചേർന്നായിരുന്നു സാമ്പത്തിക ഇടപാടുകൾ. ആ ഇടപാടുകൾ നിയമപരമായിരുന്നോ എന്നും അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് നേരിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാ പാർട്ടിക്ക് പരാതിയും അറിയുന്ന സാഹചര്യത്തിൽ പോലും CPM ഭരിക്കുന്ന ആ സൊസൈറ്റി അദ്ദേഹത്തിന് 1 രൂപയുടെ ഇളവ് ആ ലോൺ അടച്ചു തീർക്കുന്നതിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 1 രൂപയുടെ ഇളവ് CPM ഭരിക്കുന്ന സൊസൈറ്റിയാണ്. അപ്പോൾ പാർട്ടിക്ക് ഇദ്ദേഹത്തോട് എന്തായിരുന്നു സമീപനം എന്നുള്ളത് വലിയ ഒരു ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ്. ചില പ്രശ്നങ്ങളുടെ പേരിൽ പങ്കജാക്ഷനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു. പങ്കജാക്ഷനെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചിരുന്നെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. പങ്കജാക്ഷനെയും കുടുംബത്തെയും CPM ഊരുവിലക്കിയിരുന്നെന്നും ആരോപണമുണ്ട്. പങ്കജാക്ഷനെയും ഭാര്യ ഭാസുരാദേവിയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു. പാർട്ടി നടപടിക്ക് ഏരിയ കമ്മിറ്റി തീരുമാനിച്ച ദിവസമാണ് പങ്കജാക്ഷന്റെ ആത്മഹത്യ എന്നാണ് ആരോപണം. അദ്ദേഹം മരിക്കുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഉദയംപേരൂരിൽ ലോക്കൽ കമ്മിറ്റി കൂടിയുണ്ടായി. ഉദയംപേരൂർ ലോക്കൽ കമ്മിറ്റിയിൽ ഈ വിഷയം ഇദ്ദേഹത്തിന്റെ വിഷയം ചർച്ച ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തോട് തന്നെ ഏകദേശം ഊരുവിലക്ക് നടത്തുന്ന നിലയ്ക്ക് കല്യാണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉൾപ്പെടെ ഇദ്ദേഹത്തിനോട് സഹകരിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തതായിട്ടാണ് ആ കമ്മിറ്റിയിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം മൃതദേഹത്തിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. പോലീസ് ആത്മഹത്യാക്കുറിപ്പ് മറച്ചുവെച്ചു. അന്വേഷണത്തിൽ പോലീസ് ഒളിച്ചുകളി നടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അവര് പോലീസ് പറഞ്ഞത് ആത്മഹത്യാക്കുറിപ്പില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടെന്നും അതിനകത്ത് 2-3 പേരുകളുണ്ട് എന്നും എന്നാൽ പാർട്ടിയെ കുറ്റപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം മാത്രമാണ് അതിനകത്തുള്ളതെന്നാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാര്യത്തിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിക്കപ്പെട്ട പേരുകൾ ആരൊക്കെയാണ്, അതിനകത്തെ ആ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഉത്തരവാദികൾ ആരാണ് എന്നാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഒളിച്ചുകളി നടക്കുന്നു എന്നുള്ള ഒരു സംശയം ഇന്ന് എല്ലാവർക്കും വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് CPM നടക്കാവ് പാർട്ടി ഓഫീസിലെ വായനാമുറിയിൽ പങ്കജാക്ഷനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി OJ ജനീഷ് ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനുജി മിനിറ്റ്സ് ബുക്ക് കൈമാറി. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് അപ്രതീക്ഷിതമായ സമയത്താണെന്നും മുൻപിലുള്ളത് വലിയ ഉത്തരവാദിത്വമെന്നും ജനീഷ് പറഞ്ഞു. ED ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കൈക്കൂലി കേസിലെ പരാതിക്കാരന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ED. 5.5 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. അനീഷ് ബാബുവിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. അതിനിടെ അനീഷിനെ വീണ്ടും ED ചോദ്യം ചെയ്യും. നാളെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. അതേസമയം ED കേസിൽ മുൻകൂർ ജാമ്യത്തിനായി അനീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അനീഷ് ബാബുവിന്റെ പരാതിയിലാണ് ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തത്. മുട്ടിൽ മരമുറി കേസ് അന്വേഷണം അട്ടിമറിക്കാൻ നീക്കുമെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. നിയമവിരുദ്ധ ഉത്തരവിറക്കിയ ചീഫ് സെക്രട്ടറി A. ജയതിലക് അടക്കമുള്ളവരുടെ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിച്ചിട്ടില്ല.
ജയതിലക് റവന്യൂ സെക്രട്ടറി ആയിരിക്കെയാണ് മരം മുറിക്കാനുള്ള വിവാദ ഉത്തരവ് ഇറങ്ങിയത്. ആകെയുള്ള 42 പോലീസ് കേസുകളിൽ 19 എണ്ണത്തിലും കുറ്റപത്രങ്ങൾ ഇനിയും നൽകിയിട്ടില്ല. പിടിച്ചെടുത്ത മരം നശിച്ചു പോകുന്നതിൽ സൌത്ത് വയനാട് ഡിഎഫ്ഒയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നും ജോസഫ് മാത്യു പറയുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് നാളിതുവരെയുള്ള എല്ലാ വസ്തുതകളും പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് അന്ന് ഈ നിയമവിരുദ്ധമായ ഉത്തരവ് തന്നെ, അങ്ങനെ തന്നെ പറയാമോ, നിയമവിരുദ്ധമായ ഉത്തരവ് 24/10/2020 ഇറക്കിയ അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ജയതിലക്, അദ്ദേഹം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അതോടൊപ്പം റവന്യൂവിലെ മറ്റ് ചില ഉദ്യോഗസ്ഥர்களுണ്ട്, അവരുടെയും റോളുകളും കൂടി തീർച്ചയായിട്ടും ഇതിൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതായിരുന്നു. ഒരു കൃത്യമായ പ്രോസിക്യൂഷൻ നടത്തുന്നത്, ഒരു സത്യസന്ധമായ അന്വേഷണമാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ റോളും കൂടി അന്വേഷിച്ചു കൊണ്ടുവേണ്ടിയിരുന്നു ഈ കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കാൻ. പക്ഷെ അങ്ങനെയൊന്നും ഒരു അന്വേഷണവും നടന്നിട്ടില്ല. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സ്പോട്ട് ലൈഫ് കാണാം.